എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ആ ഒരു സംഭവം ഒരു കാരണവശാലും ഫേക്ക് അല്ല. അത് ഫേക്കാന്ന് പറയുന്നവരുണ്ടായിരിക്കാം. എനിക്കൊരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ട്. അതായത് ഞാനിവിടെ വന്ന ആ സമയം തൊട്ട് ഈ സമയം വരെ ഞങ്ങൾ അത്ര ക്ലോസ് അല്ലെങ്കിൽ പോലും അവനെ ഞാൻ ഇന്നും കാണലുണ്ട്, സംസാരിക്കലുണ്ട്. അങ്ങനൊരു ബന്ധമാണ്. സ്വപ്നത്തിൽ കണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനൊരു ഹോട്ടലുണ്ട്, അത്യാവശ്യം ഫേമസ് ആയൊരു ഹോട്ടലാണ്. ആ ഒരു പരിസരത്തെ എല്ലാവരും ഇവൻ്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കും. അങ്ങനെ ഒരു ദിവസം അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ഞാൻ അവിടെ ചെന്നു. അവിടുത്തെ ആ ഒരു ഹോട്ടൽ മൊത്തം ഒന്ന് ചുറ്റിക്കറങ്ങി കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു ഹോട്ടലിൻ്റെ കിച്ചണിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോയി. അവിടെ ഒരു റൂം ഉണ്ടായിരുന്നു. ആ ഒരു റൂമിനകത്ത് ഒരു മനുഷ്യൻ്റെ ബോഡി തല കീഴായിട്ട് കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഒരുപാട് പേര് ആ ഒരു കിച്ചണിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലൊരാളോട് ചോദിച്ചു ഇവിടെ ശരിക്കും എന്താ നടക്കണമെന്നുള്ളത്. അന്നേരം അവരാരും അത് പറഞ്ഞില്ല. അപ്പം ഞാൻ ഇവനെ തന്നെ വിളിച്ച് ചോദിച്ചു, എടാ ആ റൂമിനകത്ത് എന്താ നടക്കണമെന്നുള്ളത്. അന്നേരം അവൻ എന്നോട് പറഞ്ഞു, എടാ നീ ആരോടും പറയരുത്, ഞങ്ങളിവിടെ സെയിൽ ചെയ്യുന്നത് ഹ്യൂമൻ മീറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഇത് പുറത്തറിഞ്ഞാൽ ഭയങ്കര വിഷയമാവും, അതുകൊണ്ട് നീ നിർത്തിക്കോന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ ഈ ഒരു പ്ലാൻ അറിഞ്ഞിട്ട് ഇതിന് എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരെ മൊത്തം ഞങ്ങളിങ്ങനെ ഇവിടെ കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. 2 പേരും കൂടെ ബാക്കിയുണ്ട്, അവരെ കൂടെ പൊക്കി കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു പരിപാടി സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അതുവരെ നീ ഇത് ആരോടും പറയരുതെന്ന് പറഞ്ഞു അവൻ എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു ഞാനായിട്ട് ആരോടും പറയാൻ പോകുന്നില്ല, ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ ഞാൻ അതിന് ഉത്തരവാദി ആവില്ല എന്ന് പറഞ്ഞു. പിന്നെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. എൻ്റെ ഒരു വേറെ ഫ്രണ്ടായിരുന്നു അവൻ്റെ അടുത്ത ടാർഗറ്റ്. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ ഈ പരിപാടി നീ സ്റ്റോപ്പ് ചെയ്തോ, ഇതിന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ പേരും പറഞ്ഞിട്ട് ഞങ്ങൾ ഭയങ്കര വഴക്കായി. ആ ഒരു സംഭവത്തിലാണ് ആ ഒരു ഡ്രീം അവിടെ കട്ടാവുന്നത്. ഇതാണ് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ഞാൻ കണ്ട സ്വപ്നം. ഇതിൻ്റെ അർത്ഥം ആ ഒരു മെത്തേഡ് ഒറിജിനലാണോ ഫേക്ക് ആണോ എന്നുള്ളതല്ല. ഇതൊരു പാരനോർമൽ ആക്ടിവിറ്റി അല്ല. ഫുൾ വീഡിയോ എൻ്റെ ചാനലിൽ വരും.